ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. പാചക മത്സരത്തിൽ പങ്കെടുത്തിരുന്ന 3 ടീമുകളുടെയും അവരുണ്ടാക്കിയ വിഭവം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് രേഖാ മേഡം 4ാമത്തെ ടീമായ ശാരദാമ്മയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ശാരദാമ്മ ഉണ്ടാക്കിയ പനീർ ബട്ടർ മസാല രേഖാ മേഡം ടേസ്റ്റ് ചെയ്യാനായിട്ട് വായുടെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ ശാലിനിയെ ഇങ്ങനെ കാണുവാണ്. ശാലിനിയെ നോക്കുന്ന കണ്ടുകൊണ്ട് ശാരദാമ്മ പറയുന്നു, എൻ്റെ മകളാണ് ശാലിനി. ഓ, ശാലിനി വിഷ്ണു എന്നിങ്ങനെ രേഖാ മേഡം ചോദിക്കുന്നുണ്ട്. അതെ, ശാലിനി വിഷ്ണു ആണെന്ന് ശാരദാമ്മ പറയുമ്പോൾ പെട്ടെന്ന് രേഖാ മേഡം ചിരിച്ചുകൊണ്ട് ശാലിനിക്ക് ഹലോ എന്നും പറഞ്ഞ് ഷേക്ക് ഹാൻഡ് കൊടുക്കുവാണ്. ഇതൊക്കെ ചന്ദ്രബോസും രോഹിത്തും ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി കാണുന്നുണ്ട്. അങ്ങനെ ശാരദാമ്മയുടെ ആ പനീർ ബട്ടർ മസാല രേഖാ മേഡം അങ്ങോട്ട് ടേസ്റ്റ് ചെയ്തിട്ട് അതിശയത്തോടിങ്ങനെ കണ്ണ് തുറന്ന് മുഖത്തൊരു വല്ലാത്ത പുഞ്ചിരിയോടെ ഒരതിശയം, ഒരാകാംക്ഷ, ആ ഒരു എക്സ്പ്രഷനാണ് രേഖാ മേഡത്തിൻ്റെ മുഖത്ത് കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യഭാമയുടെ മുഖവും അങ്ങ് വാടി, സുസ്മിതയാണെങ്കിൽ ആകെ തകർന്നു നിൽക്കുന്ന നിലയിലുമായി. അങ്ങനെ രേഖാ മേഡം ആ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന കുട്ടിയുടെ കാതിലോട്ട് എന്തോ പറയുന്നുണ്ട്. എല്ലാ ടീമിൻ്റെയും മാർക്കുകളാണ് ആ കുട്ടിയുടെ ചെവിയിൽ പറയുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൻ്റെ മത്സരം നടന്നു കഴിഞ്ഞു. ഇനി റിസൾട്ട് വരുമ്പോൾ ആരൊക്കെയാണ് സെക്കൻഡ് റൗണ്ടോട്ട് പോകുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെ ആദ്യ റൗണ്ട് മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. റിസൾട്ടും തയ്യാറായി കഴിഞ്ഞു എന്നിങ്ങനെ അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞു. ശാരദാമ്മയുടെയും ശാലിനിയുടെയും മുഖത്തൊഴിച്ച് ബാക്കി എല്ലാവരുടെയും മുഖത്തൊരു ടെൻഷനും വെപ്രാളവും ഒക്കെ കാണാം. ഈ റൗണ്ടിൽ 5 മാർക്കിന് മുകളിൽ കിട്ടുന്നവർക്ക് മാത്രമേ ഫൈനൽ റൗണ്ടിന് പോകാൻ കഴിയൂ. അങ്ങനെ അവിടെ ഓരോ മത്സരാർത്ഥികളുടെയും മാർക്കുകൾ അനൗൺസ്മെൻറ്റ് ചെയ്യുവാണ്. മല്ലിക എസ് നായർ 3 പോയിൻറ്റ്സ്. മല്ലികയുടെ മാർക്ക് കേട്ടത് മല്ലിക ആകെ വിഷമത്തിലായി. അത് കണ്ട് മറ്റുള്ളവരും ടെൻഷനാകുന്നുണ്ട്. സുസ്മിത 5 പോയിൻറ്റ്സ്. അപ്പോഴേ അവിടെ രോഹിത്തും ചന്ദ്രബോസും ഒക്കെ അങ്ങോട്ട് കയ്യടി തുടങ്ങിക്കഴിഞ്ഞ്. സുസ്മിതയ്ക്ക് 5 പോയിൻറ്റ്സ് കിട്ടിയപ്പോൾ പറയാനില്ല അവരുടെ സന്തോഷം. 5 കിട്ടിയാൽ ഇവരൊക്കെ എന്താ ഇത്രയും കൈയടിക്കുന്നത്? ജഗദീപിനാകെ സംശയം. ജഗദീപ് ഇങ്ങനെ ചുറ്റും നോക്കുക, എന്ത് കണ്ടിട്ട് ഈ പോങ്ങന്മാരെല്ലാം കൂടി ഇങ്ങനെ കൈയടിക്കുന്നത്? ഇവക്ക് 5 കിട്ടിയത് തന്നെ വലിയ അതിശയം. ഞാനിനി കൈയടിച്ചില്ലെങ്കിൽ വീട്ടിലോട്ട് ചെന്ന് കയറാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ജഗദീപും കൈയടിക്കുവാണ്. അടുത്തതായിട്ട് പറയുന്നത് സത്യഭാമ 6 പോയിൻറ്റ്സ്. ഇപ്പോഴാണ് സത്യാമ്മയുടെ മുഖത്തൊരു സന്തോഷം വന്നത്. ആകെ ടെൻഷന് നിൽക്കുമായിരുന്നു സത്യാമ്മ. സത്യാമ്മയുടെ റിസൾട്ട് പറഞ്ഞതും ശാരദാമ്മയ്ക്കും ശാലിനിക്കും ഭയങ്കര സന്തോഷം. നമ്മുടെ കമലനാണെങ്കിൽ ഭയങ്കരമായിട്ട് കയ്യടിയോടെ കയ്യടി. അങ്ങനെ സത്യാമ്മയെ അനുകൂലിക്കുന്നവരൊക്കെ നല്ല രീതിക്ക് തന്നെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. ശാരദാമ്മയും ശാലിനിയും സന്തോഷത്തോടെ സത്യാമ്മയെ നോക്കുന്നത് സത്യാമ്മയും കാണുന്നുണ്ട്. അവരോട് ദേഷ്യം കാണിക്കണോ ചിരിക്കണോ എന്നറിയാതെ സത്യാമ്മ ഇങ്ങനെ നോക്കുവാണ്. അടുത്തതായിട്ട് പറയുന്നത് കുടുംബശ്രീ ശാരദ 8 പോയിൻറ്റ്സ്. ആ അനൗൺസ്മെൻ്റ് അങ്ങോട്ട് കേട്ടതും എല്ലാവരും കൈയടിക്കുന്നു. സുസ്മിതയും ചന്ദ്രബോസും രോഹിത്തും ഒഴിച്ച് ബാക്കി ആ സദസ്സിലിരുന്ന എല്ലാവരും കൈയടിക്കുവാണ് ശാരദാമ്മയ്ക്ക് വേണ്ടി. ശ്യാമയ്ക്ക് സന്തോഷം സഹിക്കാനാകാതെ ചിരിച്ചോണ്ടങ്ങ് കയ്യടിയോടെ കയ്യടി. അത് കണ്ടിട്ട് സുസ്മിതയ്ക്ക് തീരെ പറ്റുന്നില്ല. എടി, നിന്റെ കൊച്ചെ എൻ്റെ കയ്യിലാണെന്നുള്ള കാര്യം നീ മറക്കണ്ട. മതിയടി നിന്റെ കയ്യടി, നിർത്തടി. അനൗൺസ്മെൻറ്റ് വീണ്ടും മുഴങ്ങുവാണ്. ആദ്യ റൗണ്ടിൽ വിജയികളായി നിൽക്കുന്നത് സത്യഭാമയും ശാരദയുമാണ്. സുസ്മിത അത് കേട്ടിട്ടങ്ങ് ഞെട്ടിത്തെറിച്ചിട്ട് പറയുക, അതെ, എനിക്ക് ഇവരോടൊപ്പം നിൽക്കാൻ അർഹതയുണ്ട്. എനിക്കും 5 പോയിൻ്റ് ഉണ്ടല്ലോ. സുസ്മിത മേഡം ഇവിടെ അനൗൺസ്മെൻറ്റിൽ പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നോ? 2ാമത്തെ റൗണ്ടിൽ കടക്കണമെങ്കിലേ 5 പോയിൻറ്റിൽ മുകളിൽ വേണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് 2ാമത്തെ സ്റ്റേജിലോട്ട് കടക്കാൻ പറ്റില്ലേ? ഇപ്പോഴത്തെ പോയിൻ്റ് നില വെച്ച് മേഡത്തിന് കടക്കാൻ പറ്റില്ല. ചന്ദ്രബോസ് എഴുന്നേറ്റിട്ട് പറയുക, 5 പോയിൻ്റ് എന്നാണല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. അത് ഞാൻ വ്യക്തമായിട്ട് കേട്ടതുമാണ്. ആ സ്ഥിതിക്ക് സുസ്മിതയ്ക്ക് 2ാമത്തെ സ്റ്റേജിലോട്ട് കടക്കാൻ പറ്റുമല്ലോ. രോഹിത്ത് എഴുന്നേറ്റിട്ട് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ 5 പോയിൻ്റ് എന്ന് പറയരുതായിരുന്നു, ഇതിപ്പോൾ ചതിയാ. സാബു വർഗീസ് സാർ എഴുന്നേറ്റ് മൈക്കൊക്കെ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് പറയുക, നമ്മളെ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് വ്യക്തമായിട്ട് ഇതൊക്കെ പറഞ്ഞിരുന്നതാണ്. അന്തിമ തീരുമാനം എടുക്കാനുള്ള അവകാശം രേഖാ മേഡത്തിനാണ്. അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം എനിക്കോ നിങ്ങൾക്കോ ഇല്ല. എന്നിട്ട് രേഖാ മേഡത്തിനോട് സാബു സാർ പറയുന്നു, മേഡം 2ാമത്തെ റൗണ്ടോട് കടന്നിരിക്കുന്നവരുടെ പേരൊന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യാവോ? ഷുവർ എന്നും പറഞ്ഞ് രേഖാ മേഡം പേര് അനൗൺസ്മെൻറ്റ് ചെയ്യുവാണ്. ഇനി നടക്കാൻ പോകുന്നത് 2ാം റൗണ്ട് മത്സരങ്ങളാണ്. അതിൽ മത്സരിക്കുന്നത് 2 പേരാണ്. ഒന്ന് സത്യഭാമ, 2ാമതായി കുടുംബശ്രീ ശാരദ. സുസ്മിതയും ചന്ദ്രബോസും രോഹിത്ത് ഇങ്ങനെ ദേഷ്യം പിടിച്ച് പല്ല് കടിച്ചോടെ നിൽക്കുവാണ്. പാവം ശ്യാമയാകെ സങ്കടത്തിൽ നിൽക്കുക. ഈ ദ്രോഹികൾ എൻ്റെ കുഞ്ഞിനെ വല്ലതും ചെയ്യുമോ? ഈ സാഹചര്യത്തിൽ ഇവിടെ വെച്ച് കുഞ്ഞേച്ചിയോട് ഇതൊന്നും പറയാനും പറ്റുന്നില്ലല്ലോ.
സുസ്മിത എല്ലാവരെയും ദേഷ്യത്തോടെ നോക്കി പല്ല് കടിച്ചോട്ട് ഇങ്ങോട്ട് മാറി നിന്നിട്ട് ചിറ്റപ്പ ഇങ്ങോട്ട് വന്നേ പറയട്ടെ കാര്യം എന്നും പറഞ്ഞ് ചന്ദ്രബോസിനെയും വിളിച്ചോണ്ട് പോവുകയാണ്. എന്താ മോളെ സുസ്മിതേ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ ഇവിടെ വന്ന് നിൽക്കാനാണോ എന്നെയും വിളിച്ചോണ്ട് വന്നത്? പിന്നെ ഒന്നും ചെയ്യാനാകാതെ അവിടെ നിന്ന് അവളുടെ ജയം കാണാനോ? എടി മോളെ, നമ്മൾ പരാജയപ്പെട്ടു പോയില്ലേ, അത് സമ്മതിച്ചു കൊടുക്കാതെ നിവർത്തിയില്ലല്ലോ. അങ്ങനെ പരാജയം സമ്മതിച്ചേ ഞാനവരെ വിജയിക്കാൻ വിടുവെന്ന് ചിറ്റപ്പന് തോന്നുന്നുണ്ടോ? എൻ്റെ മോളെ, നമ്മളെ കൊണ്ട് പിന്നെ എന്ത് ചെയ്യാനാ? ചിറ്റപ്പനെ കൊണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എനിക്ക് പറ്റും, ഞാനിതിവിടെ ചെയ്യുകയും ചെയ്യും. അങ്ങനെ എന്നെ തോൽപ്പിച്ചിട്ട് ഇവിടെ ആരും അങ്ങനെ വലിയ ആളാകണ്ട. ഈ മത്സരത്തിൽ ആരൊക്കെ ജയിക്കരുതെന്ന് ഞാൻ കരുതിയോ അവരാണിപ്പോൾ ഫൈനൽ റൗണ്ടിൽ കയറിയിരിക്കുന്നത്. ഇവരിൽ ആര് ജയിച്ചാലും എൻ്റെ സങ്കടം ഇരട്ടിക്കത്തതേ ഉള്ളൂ. എടി മോളെ, അതിന് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവർ രണ്ടുപേരിലെ ആരെങ്കിലും ഒരാൾ ജയിച്ചല്ലേ പറ്റൂ. അവർ രണ്ടുപേരും ജയിക്കാൻ പാടില്ല ചിറ്റപ്പ. എന്ത് വിഡ്ഢിത്തരവാ സുസ്മിത നീ പറയുന്നത്? രണ്ടുപേരും മത്സരിക്കുമ്പോഴേ ആരെങ്കിലും ഒരാൾ ജയിച്ചേ പറ്റൂ. ഇത് തന്നെയാ ചിറ്റപ്പൻ്റെ കുഴപ്പം. ഇങ്ങനെ ആറടി പൊക്കത്തിൽ വളർന്നു നിൽക്കാനേ കൊള്ളാവൂ. തല പുകഞ്ഞൊന്നും ആലോചിക്കാൻ അറിയില്ല. മത്സരത്തിൻ്റെ അടിത്തട്ടിളക്കി കലക്കി കൈ കൊടുക്കണം. ഒരാൾക്കും ജയിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കുളം കലക്കൽ പരിപാടി. ചിറ്റപ്പൻ ഒന്നും ചെയ്യണ്ട, എൻ്റെ കൂടെ ഒരാളായിട്ടൊന്ന് നിൽക്കാനെങ്കിലും പറ്റുമോ? ഞാൻ എന്താ ചെയ്യേണ്ടത് മോള് പറ. ആ ശാലിനി ഉണ്ടല്ലോ, അവളെ ശാരദാമ്മയുടെ അടുത്തൊന്ന് ഒഴിവാക്കി തന്നാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ല മോളെ പറ, എന്നോടെങ്കിലും പറ നിൻ്റെ പ്ലാൻ എന്താണെന്ന്. അതൊന്നും ചിറ്റപ്പൻ അറിയണ്ട. ഏതായാലും ചിറ്റപ്പൻ്റെ പ്ലാൻ പൊളിഞ്ഞല്ലോ. ഇതിനി എൻ്റെ മാസ്റ്റർ പ്ലാനാ. എന്നെ ഏൽപ്പിച്ച ജോലിയെ ഞാൻ കൃത്യമായിട്ടങ്ങ് ചെയ്യാം. ഇനി നീയായി നിൻ്റെ പാടായി. അപ്പോൾ ശാലിനിയെ ഒഴിവാക്കണം. കളക്ടർ ശാലിനി ആവുമ്പോഴേ അപ്പോൾ വഴി കൊമ്പത്തുനിന്ന് തന്നെ കണ്ടെത്തണം. അങ്ങനെ മത്സരത്തിൻ്റെ 2ാം റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ മത്സരത്തിൽ കേരളത്തിൻ്റെതായ പരമ്പരാഗതമായ ഡിഷസാണ് ഉണ്ടാക്കേണ്ടത്. 1ാം റൗണ്ടിൽ 8 മാർക്ക് നേടിയ കുടുംബശ്രീ ശാരദയെ നേരിടുന്നത് സത്യഭാമയാണ്. എന്തുകൊണ്ടും കണ്ണിനും കാതിനും കുളിർമയേകുന്ന ഒരു തീപാറുന്ന മത്സരമാണ് അവരുടെ കാഴ്ചവെക്കാൻ പോകുന്നത്. കാണികളും ആ ഒരു ഹാങ് ഓവറിന് വേണ്ടിയാണല്ലോ കാത്തിരിക്കുന്നത്. നമുക്ക് ഇരുവരെയും സ്വാഗതം ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ അനൗൺസ്മെൻ്റ് അവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുവാണ്. പാചകക്കലയുടെ റാണി പദം അലങ്കരിക്കാൻ പ്രാപ്തയാകുന്നത് ആര്? നമുക്ക് കണ്ടെത്താം ഏതാനും മണിക്കൂറുകൾക്കകം. പരിശുദ്ധം കറിമസാല കൂട്ടിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായി KPT ഗ്രൂപ്പ് അണിയിച്ചൊരുക്കിയിട്ടുള്ള പാചക മാമാങ്കത്തിൽ ജയിക്കുന്ന വിജയികളെ കാത്തിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. അനൗൺസ്മെൻ്റ് നടത്തുന്ന ആ കുട്ടി വന്നിട്ട് ശാരദാമ്മയോട് ചോദിക്കുവാണ്, ഫൈനൽ മത്സരമാണ് നടക്കാൻ പോകുന്നത്. 1ാം സ്ഥാനം കരസ്ഥമാക്കുമെന്ന് വിചാരിച്ചിട്ടാണോ അതോ വിധി എങ്ങനെയാണോ അങ്ങനെ ഒരു നിലപാടിലാണോ? നമ്മുടെ ശാരദാമ്മ സന്തോഷത്തോടെ ചിരിച്ചോണ്ട് പറയുവാണ്, അവനവൻ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയും അതിലുപരി വിശ്വാസവും ഉണ്ടെങ്കിൽ വിധിയുടെ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ. എന്തിനും തയ്യാറായി നിൽക്കുന്ന സത്യഭാമയ്ക്ക് ശാരദാമ്മയുടെ ആ വാക്കുകൾ കേട്ടിട്ട് എന്തൊക്കെയോ തോന്നുന്നുണ്ട്. പക്ഷെ ഒന്നും വിളിച്ചു പറയാനാകാതെ സത്യഭാമ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. സത്യഭാമയെ നോക്കിക്കൊണ്ട് ശാരദാമ്മ പറയുന്നു, വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് കേട്ടിട്ട് സത്യാമ്മ ശാന്തയെ നോക്കുന്നുണ്ട്. ശാന്തയും ഒരു സങ്കടത്തോടാണ് നിൽക്കുന്നത്. ദൈവമേ, മത്സരിക്കുന്ന ശാരദാമ്മയോടാണല്ലോ. ശാരദാമ്മയുടെ കളരിയിൽ കിടന്ന് ഫൈറ്റ് ചെയ്താണെങ്കിലും ഏറ്റുമുട്ടാനുള്ള ധൈര്യമൊന്നും ശാന്തയ്ക്കില്ല. അടുത്തതായിട്ട് വന്ന് സത്യാമ്മയോടാണ് ചോദിക്കുന്നത്. ഫൈനൽ മത്സരമാണ്. ജയപരാജയങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ചിരിച്ചോണ്ട് നിൽക്കുന്ന ശാരദാമ്മയും ശാലിനിയും സത്യാമ്മയും ഇങ്ങനെ നോക്കിയിട്ട്, ഈ മത്സരം ജയിക്കുക എന്നല്ലാതെ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് വേറൊരു മാർഗമില്ല. അതുകൊണ്ട് വിധിയെ തള്ളിക്കളയാനൊന്നും ഞങ്ങൾ ഒരുക്കമല്ല. കാരണം ആ വിധിയാണ് ഞങ്ങളെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്കിത് ജയിച്ചേ പറ്റൂ. അങ്ങനെ ധൈര്യത്തോടെ തന്നെ സത്യാമ്മ പറയുവാണ്. പരമ്പരാഗതമായ നാച്ചുറൽ ഫുഡ് അത് തന്നെയാണ് ഇരു ടീമുകളും ഇവിടെ ഉണ്ടാക്കി കാണിക്കേണ്ടത്. ഇതും ആദ്യ റൗണ്ട് പോലെ തന്നെ 10ലാണ് മാർക്കിടുന്നത്. മത്സരം തുടങ്ങാനുള്ള വിസിൽ കേട്ട ഉടനെ 30 മിനിറ്റാണ് നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന സമയം. ഈ 30 മിനിറ്റിനുള്ളിൽ സാധനങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ പാചകം തുടങ്ങിയിരിക്കണം. അങ്ങനെ തയ്യാറെടുപ്പ് നടത്താനുള്ള ആദ്യത്തെ വിസിൽ ശബ്ദം കേട്ടുകഴിഞ്ഞു. അങ്ങനെ മത്സരത്തിനുള്ള വിസിലും മുഴങ്ങിക്കഴിഞ്ഞു. ഒരാൾ കപ്പ മുറിക്കുന്നു, ഒരാൾ വെണ്ടയ്ക്ക മുറിക്കുന്നു, അങ്ങനെ പച്ചക്കറികളൊക്കെ തുരുതുരാ മുറിക്കുന്നു. എന്തൊക്കെയോ സംഭവങ്ങൾ അങ്ങനെ ഓടി നടന്നവർ ചെയ്യുവാണ്. ചന്ദ്രബോസും സുസ്മിതയും അവിടെ ദൂരെ മാറി നിന്ന് അവരെ നോക്കുന്നുണ്ട്. എന്തോ കുനിഷ്ഠ ബുദ്ധി ആ സുസ്മിത ഒപ്പിച്ചിട്ടുള്ള നിപ്പാണെന്ന് തോന്നുന്നു. ശാരദാമ്മ ഇഡ്ഡലി സാമ്പാറും ആണോ എന്നറിയില്ല. ഇഡ്ഡലിക്ക് മാവൊക്കെ കോരി ഒഴിക്കുന്നുണ്ട്. ശാലിനി വെണ്ടയ്ക്കയൊക്കെ മുറിക്കുന്നുണ്ട്. സാമ്പാറിനാണെന്ന് തോന്നുന്നു. സത്യാമ്മ കപ്പപ്പുഴുക്കിനുള്ള തയ്യാറാണെന്ന് തോന്നുന്നു. കപ്പ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ഇങ്ങനെ വെക്കുവാണ്.
ശ്യാമ ഇങ്ങനെ അതൊക്കെ നോക്കി വിഷമിച്ചവിടെ നിൽക്കുവാണ്. വീട്ടിലോട്ട് ചെല്ലുമ്പോൾ എന്തായിരിക്കും ദൈവമേ അവിടുത്തെ അവസ്ഥ? അതാണ് ശ്യാമയുടെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടുന്നത്. സുസ്മിതയും ചന്ദ്രബോസും എന്തൊക്കെയോ പറഞ്ഞിട്ട് സുസ്മിത അകത്തോട്ട് കയറി വരുന്നുണ്ട്. സുസ്മിത ഇങ്ങോട്ട് വന്നിട്ട് ശ്യാമയുടെ നേരെ ഒരു ചാട്ടം. എടി, അമ്മയുടെ അമ്മായിയമ്മയുടെ സൗന്ദര്യം കണ്ടിരിക്കാനല്ല നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. രോഹിത്തോടെ കണ്ണും മുളച്ചിങ്ങനെ നോക്കി നിൽക്കുവാണ്. അവർക്കെതിരെ പാര പണിയാനാടി നിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എടി സുസ്മിത, എന്തൊക്കെ ചെയ്താലും നീ ഇനി ജയിക്കാൻ പോകുന്നില്ല. ഞാൻ ജയിച്ചില്ലെങ്കിലേ നഷ്ടം നിനക്കാ, അത് നിനക്കറിയാമല്ലോ. പപ്പിമോളെ, നീ അങ്ങോട്ട് ചെല്ലുമ്പോൾ അമ്മേന്ന് വിളിച്ചോണ്ട് ഓടി വരണമെങ്കിലേ ഈ സുസ്മിത കനിയണം. നിന്റെ മോളെ നിനക്ക് വേണമെങ്കിൽ, അതായത് എൻ്റെ ഫിഷ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ ശരിക്കും പണിയെടുക്കണം മോളെ. നീ ഞങ്ങൾ പറയുന്നത് പോലെ പണിയെടുത്തില്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഞാൻ എടുപ്പിക്കും. ഇങ്ങനെ കുട്ടികളെയൊക്കെ ദ്രോഹിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നടി ദുഷ്ടേ? നീയും ഒരു സ്ത്രീയല്ലേ? ഒരമ്മയുടെ വേദന കുറച്ചെങ്കിലും നിനക്ക് മനസ്സിലാകത്തില്ലയോ? എടി ശ്യാമേ, നിനക്കറിയില്ലേ എൻ്റെ ജീവിതത്തിൽ വേദനയൊന്നും എനിക്കില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ വേദന എന്താണെന്ന് എനിക്കൊട്ട് അറിയത്തതുമില്ല. കൊച്ചിൻ്റെ ജീവൻ വല്ലവരുടെയും കയ്യിൽ കൊടുത്തിട്ട് പഴംപുരാണം പറഞ്ഞു നിൽക്കാതെ ഞാൻ പറയുന്നത് പോലെ നീ ഇവിടെ ചെയ്യണം. എൻ്റെ കയ്യിൽ 2 ബോട്ടിലാണ് ഇരിക്കുന്നത്. ഒന്നിൽ മുളക് പൊടി, ഒന്ന് ഉപ്പുമാണ്. നീ എൻ്റെ കയ്യിൽ നോക്കാതെ എൻ്റെ മുഖത്തോട്ട് നോക്കി തന്നെ ഈ ബോട്ടിൽ നീ കയ്യിൽ വാങ്ങിക്കണം. ഇതും വെച്ചേ എന്ത് മഹാഭാവമാടി നീ എന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നത്? നീ കിടന്ന് പിടയ്ക്കാതിരി, ഞാൻ പറയാം. സത്യഭാമ ഉണ്ടാക്കുന്ന കറിയിൽ നീ ഉപ്പ് ചേർക്കണം. ശാരദാമ ഉണ്ടാക്കുന്ന കറിയിൽ നീ മുളക് പൊടിയും ചേർക്കണം. അതോടെ 2 പേരും ഔട്ടാവും. എനിക്കങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. രോഹിത് ആ പരമനാരി എവിടെ നിന്നോണ്ട് പറയുക, ശ്യാമേ നീ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്ക്. പപ്പിയുടെ ജീവൻ അപകടത്തിലാണ്. പപ്പിയോട് അല്പമെങ്കിലും സ്നേഹം നിനക്കുണ്ടെങ്കിൽ അത് കാണിക്കേണ്ട സമയവും ഇതുതന്നെയാണ്. സുസ്മിത ശ്യാമയെ വിരട്ടുവാണ്. പാപം പപ്പിമോൾ ജലപാനം പോലും കുടിക്കാതെ ഒരു മുറിയിലിങ്ങനെ ഇട്ടിരിക്കുക. പപ്പിമോൾ അമ്മയെ വിളിച്ച് കരയുന്ന രംഗം ശ്യാമയുടെ മനസ്സിലിങ്ങനെ ഇരിക്കുവാണ്. ശ്യാമ എന്ത് ചെയ്യണമെന്നറിയാതെ അവളെ ചങ്ക് പൊട്ടി ഇങ്ങനെ നോക്കുവാണ്. രോഹിത്തും സുസ്മിതയും അവളെ വിരട്ടുന്നുണ്ട്. വാങ്ങിക്കടി ഇത് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ശ്യാമ അത് വാങ്ങിക്കുവാണ്. അഹങ്കാരിയായ സുസ്മിത അഹങ്കാരത്തോടെ പറയുക, അങ്ങനെ നീ വഴിക്ക് വാടി, ഇനി കാര്യങ്ങളൊക്കെ നിന്റെ കയ്യിലാണ്. ഇവിടെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് നീയാ. ഞങ്ങൾ പറഞ്ഞതുപോലെ നീ ചെയ്താൽ നിന്നോടൊപ്പം നിന്റെ കുഞ്ഞുണ്ടാകും. ഇല്ലെങ്കിലേ എന്നേക്കുമായി നിന്റെ പപ്പിമോളെ നീ അങ്ങ് മറന്നേക്ക്. അങ്ങനെ ആ മത്സരം അവിടെ തകർക്കാൻ വേണ്ടി ചന്ദ്രബോസും സുസ്മിതയും രോഹിത്തും അവിടെ തുനിഞ്ഞു മാറി അവിടെ നിൽക്കുവാണ്. ചന്ദ്രബോസിൻ്റെ കുരുട്ടുപണിയാണെന്ന് തോന്നുന്നു ADM ജോൺ അനുവിനൊരു ഫോൺ ചെയ്യുന്നുണ്ട്. അനു ആ ഫോണും കൊണ്ട് പുറത്തോട്ടിറങ്ങി വന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ അനുപല്ലവിയാണ്, എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. ശാലിനി മാഡത്തിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. സാർ, അത് മാഡം ഇവിടെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുക. ഒരു എമർജൻസി കോൾ ഉണ്ടായിരുന്നു. ബൈപ്പാസ് റോഡുള്ള റോഡ് ഇടിഞ്ഞ് വീണെന്നും മന്ത്രിയുടെ കാറിൻ്റെ മുന്നിലോട്ടാണ് വീണതെന്നും നിരവധി വാഹനങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെയാണെങ്കിലേ മിനിസ്റ്റർ തീർച്ചയായിട്ടും കളക്ടറെ അന്വേഷിക്കും. എത്രയും വേഗം ശാലിനി മാഡത്തിനോട് പറ ബൈപ്പാസിനടുത്തുള്ള സംഭവ സ്ഥലത്തോട്ട് എത്താൻ. സാറേ, ആർക്കെങ്കിലും സീരിയസ് ആയ സംഭവം വല്ലതുകൊണ്ടോ? അതൊന്നും എനിക്കറിയില്ല. സംഭവ സ്ഥലത്ത് ചെന്ന് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. പാചകം തകർത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ശാലിനിയുടെ അടുത്തോട്ട് വന്ന് അനു ഈ സംഭവങ്ങളൊക്കെ പറയുവാണ്. ഇതൊക്കെ ചന്ദ്രബോസും സുസ്മിതയും നിന്നുകൊണ്ട് നോക്കുന്നുണ്ട്. ഒരത്യാഹിതം നടന്നുവെന്ന് തോന്നുന്നു. മന്ത്രിമാരൊക്കെ അവിടെ എത്താൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ശാലിനി പറയുന്നു, ഞാനിവിടെ നിൽക്കുന്നത് തന്നെ ജോലി സംബന്ധമായ ഒരു കാര്യം വെളിപ്പെടുത്താതെ തന്നെയാണ്. ഇത് കുറുപ്പ് സാറ് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ മാഡം ഇനിയും ചെല്ലാൻ താമസിച്ചാലേ ഒരു പക്ഷേ അതൊരു വാർത്തയാകും. ഈ മത്സരത്തെയും പിന്നെ വാർത്തകളിലേക്ക് വലിച്ചഴയ്ക്കും. മാഡത്തിൻ്റെ ശത്രുക്കളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് തന്നെ. മാഡത്തിനെതിരെ ഒരു കൊട്ടുകൊട്ടാൻ അവരവസരം നോക്കിയിരിക്കുവാണല്ലോ. സത്യാമ്മയെ നോക്കുന്നുണ്ട്. എന്തുവാ ശാലിനിയോട് ഇവർ സംസാരിക്കുന്നത്? ശാലിനി ശ്യാമയോട് പറയുന്നു, ശ്യാമേ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് വെളിയിൽ പോകേണ്ടതായിട്ടുണ്ട്. നീ അമ്മയുടെ അടുത്ത് അമ്മയുടെ സഹായത്തിന് വേണ്ടി നിൽക്കണം. കുഞ്ഞേച്ചി, ഞാനിവിടെ നിന്നാൽ അത് പറ്റില്ല, നീ തന്നെ ഇവിടെ നിൽക്ക് എന്നും പറഞ്ഞ ശാലിനി ശ്യാമയെ അവിടെ ഏൽപ്പിക്കുമായിരുന്നു. ഇതായിരുന്നു സുസ്മിതയുടെ തന്ത്രവും. ശാരദാമ്മയും പറയുന്നുണ്ട്, മോളെ ഞാനെല്ലാം കേട്ട്, നീ പോയിട്ട് വാ, ശ്യാമയുടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളയല്ല. ശാലിനി പുറത്തോട്ട് പോകുന്നത് കണ്ട് സുസ്മിതയും ചന്ദ്രബോസും അങ്ങ് സന്തോഷിക്കുവാണ്. അവരുടെ പ്ലാൻ സക്സസ് ആയല്ലോ. ശ്യാമ ഇങ്ങനെ നിന്ന് വിഷമിക്കുവാണ്. അത് കണ്ടുകൊണ്ട് രോഹിത് അവളുടെ അടുത്തോട്ട് വന്ന്, എടി ശ്യാമ എന്ന് പറയുമ്പോൾ ശ്യാമ പെട്ടെന്ന് ആ കയ്യിലിരിക്കുന്ന ഉപ്പും മുളകും പെട്ടെന്ന് രോഹിത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. രോഹിത്ത്, ഇതെന്നെ കൊണ്ട് പറ്റില്ല. എടി, പപ്പി അവിടെ വെള്ളം പോലും കുടിക്കാതെ കിടക്കുക. അതേ രോഹിത്ത്, എൻ്റെ മോളെ ഈശ്വരൻ രക്ഷിക്കും. എന്നാലും ഇങ്ങനൊരു ചതിക്ക് കൂട്ടി നിൽക്കാൻ എന്നെ കിട്ടില്ല.
ഇപ്പോഴല്ലേടി എനിക്ക് കാര്യം മനസ്സിലായത്. നീ അല്ലല്ലോ അവളെ പ്രസവിച്ചത്, നിനക്ക് നോവത്തില്ലല്ലോ, പോയി മര്യാദയ്ക്ക് ചെയ്യടി എന്നും പറഞ്ഞ് ദേഷിച്ച് പല്ല് കടിച്ചുകൊണ്ട് രോഹിത് ആ ഉപ്പുപൊടിയും മുളക് പൊടിയും വീണ്ടും ശ്യാമയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ്. ചങ്ക് പൊട്ടിപ്പിളർക്കുന്ന വേദനയോടെ ശ്യാമ അതും കൊണ്ട് ശാരദാമ്മയുടെ അടുത്ത് പോയി നിൽക്കുവാണ്. പാവം ശാരദാമ്മ ഇതൊന്നും അറിയുന്നില്ല. ശാരദാമ്മ ഇങ്ങനെ സ്പീഡിൽ എന്തൊക്കെയോ കുനിഞ്ഞു നിന്ന് ചെയ്യുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ശാലിനി കളക്ടറാണെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർമാരെ വിളിച്ച് ആ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാനും സംഗതി ശരിയാണോ അതൊന്നും അറിയാതെ കാളപറ്റൂ എന്നറിഞ്ഞുകൊണ്ട് കയറുവെടുത്തുകൊണ്ട് നമ്മുടെ ശാലിനി ഓടിയിരിക്കുവാണ്. ഇനി നമ്മുടെ ശ്യാമയുടെ കാര്യമാണ്. നൊന്ത് പ്രസവിച്ചതല്ലെങ്കിലും അവൾ പൊന്നുപോലെ വളർത്തുന്ന പപ്പിമോളുടെ ജീവന് വേണ്ടി എന്ത് ചെയ്യണം? സ്വന്തം പെറ്റമ്മയെ വഞ്ചിക്കണോ, അതോ സ്വന്തം അച്ഛനെ പോലെ കരുതിയിരിക്കുന്ന അമ്മായിയച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സത്യാമ്മ വന്നിരിക്കുന്നത് സത്യാമ്മയെ ചതിക്കണോ? എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.